ഖാർഗർ കേരള സമാജത്തിന്റെ ചെണ്ട വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കലാസ്നേഹികളെ ആകർഷിച്ചു. വാദ്യഗുരു അനിൽ പൊതുവാൾ, വിനയ് മേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അരങ്ങേറ്റത്തിൽ ചെണ്ടമേളവും തായമ്പകവും ശ്രദ്ധേയമായി. നവി മുംബൈ ഖാർഗർ കേരള സമാജത്തിന്റെ ചെണ്ട വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഖാർഗർ അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്നു. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഗുരുക്കന്മാരായ അനിൽ പൊതുവാൾ, വിനയ് മേനോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അരങ്ങേറ്റം. മുംബൈയിലെ പ്രശസ്തനായ വാദ്യഗുരു അനിൽ പൊതുവാൾ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ വിനയ് മേനോൻ, രണ്ടുപേരും ചേർപ്പുളശ്ശേരിക്കാരാണ്. ഇക്കഴിഞ്ഞ ദിവസം 12 പേർ വാദ്യമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. എന്തു തോന്നുന്നു, ശിഷ്യനായ ഒരാളുടെ കീഴിൽ 12 പേർ മുംബൈയിൽ അരങ്ങേറ്റം കുറിക്കാന്ന് വെച്ചാൽ? ഇതിലും വലിയ അഭിമാനം വേറെ എന്താ ഉള്ളത്? നമ്മൾ പഠിപ്പിച്ചെടുത്ത് ബോംബെയിൽ ജനിച്ച് വളർന്ന പയ്യനാണ് വിനയ്. നാടായിട്ടൊരു ബന്ധമില്ല, കുട്ടി കണ്ടിട്ടുണ്ടേ കേട്ടിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിനേക്ക് പഠിപ്പിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ ഇത് 2ാമത്തെ ബാച്ചാണ് പോകുന്നത്. മുംബൈ ജനിച്ചു വളർന്നതാണല്ലേ? മുംബൈ ജനിച്ചത്. അദ്ദേഹം തായമ്പയിലും അതെ മേളത്തിലും ഒക്കെ മിടുക്കനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 2ാമത്തെ ബാച്ച് കുട്ടികളെ പറഞ്ഞാൽ ഇതിലും വലിയ അഭിമാനം ഒരു ഗുരുനാഥനും കിട്ടില്ല. വനിതകളും കുട്ടികളും നടക്കുന്ന 12 പേരല്ലേ? ഖാർഗർ കേരള സമാജത്തിന് കീഴിൽ നടക്കുന്ന ഒരു ചെണ്ട ക്ലാസ് ആണ്. ഇപ്പോ അനിൽ ആശാന്റെ ശിഷ്യനാണ് ഞാൻ. അപ്പോൾ അനിലാശ ഞങ്ങൾക്ക് മേളം, തായമ്പക ഇതെല്ലാം പഠിപ്പിക്കേണ്ട കൂട്ടത്തില് ഒരു സംസ്കാരമാണ് പകർന്നത്. അപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയും അതല്ലാതെയും പറഞ്ഞൊരു കാര്യമാണ്, കലയാണ് എന്നും കലാകാരനെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു അടുത്തൊരു തലമുറയും ഇങ്ങനെ ചെണ്ടവാദ്യ കല പഠിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഓരോരുത്തരും അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ്, അനിലേട്ടന്റെ ശിഷ്യന്മാരെ എന്ന നിലയിലേക്ക്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു ക്ലാസ് അവിടെ തുടങ്ങുകയും അവരെങ്ങനെ എന്നാ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു തുടങ്ങിയതാണ് ഇങ്ങനെ ഒരു ക്ലാസ്. ഇതിലിപ്പോ 10 പേര് മേളവും 2 പേര് സിംഗിൾ തായമ്പകയായിട്ട്. അനിൽ എന്തെങ്കിലും വിചാരിച്ചു ഇത്ര വലിയൊരു ശിഷ്യ സമ്പത്ത് മുംബൈയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്? ഒരിക്കലും വിചാരിക്കാത്തതാണ്. പക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ശിഷ്യന്മാരാണ്. അതിൽ വളരെ വൈകാരികമാകുന്നുണ്ടല്ലേ? ശരിക്കും സത്യമായിട്ടും ശരിക്കും പറഞ്ഞാൽ എനിക്കും അഭിമാനം തോന്നാറുണ്ട് പലപ്പോഴും. താങ്കളുടെ ഒരു ശിഷ്യ സമ്പത്ത് എന്ന് വെച്ചാൽ എന്തിനും മുന്നിൽ കൂടെ നിൽക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടം പിള്ളേർ അല്ല, അത് ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ. അവർക്ക് ഇപ്പോൾ വിനയ് പറഞ്ഞ മാതിരി ഒരു സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കും. കാരണം നമ്മൾ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഇപ്പോൾ സത്യം എല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ ഒരു സംസ്കാരം മറന്നു പോകും. ഇവിടെ ഒരു സംസ്കാരം പഠിപ്പിക്കാൻ പറ്റി എനിക്ക്. ഞാൻ ഇപ്പോൾ കൊട്ട് മാത്രമല്ല, എഴുത്തും എല്ലാം ഉണ്ട്. എല്ലാറ്റിനും ഈ കുട്ടികളും ഒപ്പം നിൽക്കും. ഒരു എന്താ പറയുക, ഒരു കുടുംബമാണ്. എനിക്ക് തോന്നുന്നു ഇത്തരം കലകൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അച്ചടക്കം. തീർച്ചയായിട്ടും അവര് സ്വയം അവരെന്നെ അത് കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം. അവരെന്നെ ഡെവലപ്പ് ചെയ്ത് വരും. അവർക്കറിയാം എന്ത് ശരി എന്ത് തെറ്റ്. അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, എനിക്കൊരു തോന്നലുണ്ട്, അത് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് അവർ കൊണ്ടു നടക്കും. ഇപ്പോൾ പറഞ്ഞ 200-ലധികം ശിഷ്യന്മാരുണ്ട് ബോംബെയിൽ. വലിയൊരു കാര്യം തന്നെയല്ലേ? ഇനിയുണ്ട് അരങ്ങേറ്റം, ഇനിയുണ്ട് കുറെ അരങ്ങേറ്റങ്ങൾ നടക്കാൻ. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് വലുത്. അതിലെ ഏറ്റവും വലിയൊരു അഭിമാന നിമിഷമാണ് സ്വന്തം ശിഷ്യന്റെ കീഴിൽ 12 പേര് അല്ലെ? അത് വലിയൊരു അത്ഭുതം. ആർക്കും മുംബൈയിൽ ആർക്കും കിട്ടാത്തൊരു വലിയ സൗഭാഗ്യം തന്നെയാണ്. ആർക്കും കിട്ടാത്ത അല്ലെ? ഇനിയും വരും. ഇനിയിപ്പോ ഇയാളുടെ ശിഷ്യന്മാരും ഉണ്ടാവും. ചെണ്ടമേളത്തിൽ 10 വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിച്ചു. തായമ്പകയിൽ രശ്മി, അഭയ് മേനോൻ, രാജൻ വാര്യർ എന്നിവർ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. ചെണ്ടമേളത്തിന്റെ താളത്തിൽ പ്രശാന്ത് നായർ, അഡ്വക്കേറ്റ് ഷൈനി, അഭിരാം, ഗൗരി, അഭയ്, സൂരജ്, മനോജ്, ആനന്ദ് തുടങ്ങിയ വിദ്യാർത്ഥികൾ പരിശീലനത്തിന്റെ മികവ് തെളിയിച്ചു. ഗുരുക്കന്മാരുടെ കീഴിൽ നേടിയ ശിക്ഷണത്തിന്റെ നേട്ടം ഓരോ അവതരണത്തിലും പ്രകടമായിരുന്നു. ക്ഷേത്ര പരിസരത്ത് ഒത്തുകൂടിയ മേളപ്രേമികളുടെ വലിയ സാന്നിധ്യം പരിപാടിയെ കൂടുതൽ മികവുറ്റതാക്കി. ഖാർഗർ കേരള സമാജത്തിന്റെ ഭാരവാഹികൾ പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ഗുരുക്കന്മാരെയും ആദരിച്ചു. കേരളത്തിന്റെ പൈതൃക കലാരൂപങ്ങളെ പുതിയ തലമുറകളിലേക്ക് കൈമാറുന്നതിൽ സമാജം വഹിക്കുന്ന പങ്ക് ശ്രദ്ധേയമായി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azia Builders, building beyond blue. Royal Rasool, where elegance meets authentic taste.